നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ഹൈക്കോടതി ഉത്തരവ് തിരുത്തി വിചാരണ കോടതിയുടെ അസാധാരണ നടപടി. അതിജീവിതയുടെ മൗലികാവകാശമായ സ്വകാര്യത ലംഘിച്ചെന്നായിരുന്നു 2023 വിധിയിൽ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്നാണ് വിധിന്യായത്തിൽ വിചാരണ കോടതിയുടെ നിരീക്ഷണം. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചിട്ടില്ലെന്നാണ് വിധിന്യായത്തിലെ 938 ഖണ്ഡികയിൽ വിചാരണ കോടതിയുടെ നിരീക്ഷണം. ഇതാകട്ടെ 2023 ഡിസംബർ 7 ഹൈക്കോടതി വിധിയിലെ കണ്ടെത്തലിന് ഘടകവിരുദ്ധവും. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ കോടതിക്ക് പിഴവ് പറ്റിയെന്നായിരുന്നു 2023 ഡിസംബർ 7 വിധിയിൽ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിജീവിതയുടെ താൽപര്യം സംരക്ഷിക്കാനായില്ല. അതിജീവിതയുടെ മൗലികാവകാശമായ സ്വകാര്യത ലംഘിച്ചു. അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചതിൽ തർക്കമില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ ഈ കണ്ടെത്തലിനെയാണ് വിചാരണ കോടതി മറികടക്കുന്നത്. വിചാരണ കോടതി വിധിയിലെ ഈ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വിധിന്യായം പഠിച്ച ശേഷം പരമാവധി വേഗത്തിൽ അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.